ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു കല്യാണ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ മാമൻ്റെ മോളുടെ കല്യാണമാണ്. ഇതിൻ്റെ അമ്മായിയുടെ മോളുടെ കല്യാണമാണ് കേട്ടോ. രണ്ടും നമുക്ക് ഒരേ ബന്ധം തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു വ്ളോഗ് ഇട്ട കാരണം, അതായത് കല്യാണ വ്ളോഗ് തന്നെയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഒരു ഓർമ്മയാവുമല്ലോ, എല്ലാവരും വീഡിയോ എടുത്തോ, നമുക്ക് കുറേ കാലം കഴിഞ്ഞാലും കാണാമല്ലോ അന്നത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ കാരണമാണ് കേട്ടോ ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഒരു 8-8:30 കൂടി തന്നെ നമ്മളിതാ കുളിച്ച് റെഡി ആയിട്ട് കല്യാണച്ചക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചാട്ടുകുളത്താണ് ചെക്കൻ്റെ വീടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തോടു കൂടി വന്നിട്ടുള്ളത് കുറച്ച് ആൾക്കാർ താലി കെട്ടാൻ വേണ്ടിയിട്ട് നേരത്തോടു കൂടിയിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. താലികെട്ട അമ്പലത്തിലാണ്. അപ്പോൾ അവിടേക്ക് 2 വണ്ടി ട്രാവലറിൽ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ബസ് പോവില്ല. അപ്പോൾ കെട്ടാൻ പോകുന്ന ആൾക്കാർ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാവലറിൽ കെട്ടാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ താലികെട്ടിന് വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും ട്രാവലറൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അത് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ട്രാവലറിൽ പോകാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് കുറച്ച് താല്പര്യക്കുറവുണ്ടായിരുന്നു. കാരണം കുറച്ച് ദൂരം ഇരിക്കാനുണ്ട്. അപ്പോൾ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തലവേദന, ഛർദി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബസ് ഉണ്ടായിരുന്നു കേട്ടോ, 2 ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബസ്സിലാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ ആ ഒരു ബസ് നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോവില്ല, മണ്ഡപത്തിലേക്കാണ് നേരെ ചെല്ലുക. അപ്പോൾ ഞങ്ങൾ നേരെ മണ്ഡപത്തിലേക്കാണ് ചെന്നത്. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, കെട്ടാൻ വേണ്ടി പോയവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളാണ് ആദ്യമായിട്ട് അവിടെ എത്തുന്നത്. എത്തിയപ്പോഴേക്കും നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, എല്ലാതും സെറ്റാക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ, വെള്ളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ കൊടുന്ന് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ചൂടും കാര്യങ്ങളും ദാഹമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ വാങ്ങി കുടിച്ചതിന് ശേഷം മണ്ഡപത്തിൻ്റെ ഒരു ഫ്രണ്ടിൽ തന്നെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ അവിടെ കയറിയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കെട്ടാൻ പോയുള്ള ആൾക്കാർ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മുല്ലപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി എടുത്തു വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകിട്ടാണല്ലോ അവിടെ എത്തിയത്. എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോഴേക്കും ഇതാ ഓടിപ്പോയി ചേച്ചി മുല്ലമാലയൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നമ്മൾ ബസ്സിൽ വെച്ചിട്ട് തന്നെയാണ് വെച്ചത്. അപ്പോൾ ലച്ചുവിന് ഒരു കഷ്ണം കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ പിണങ്ങി, പിന്നെ കരച്ചിലായി, വയറുവേദന നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി വണ്ടിയിൽ. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ഡപത്തിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഒത്തുകൂടുമ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിയുമ്പോഴേക്കും ഇത് അവർ കെട്ടാൻ പോയുള്ള ആൾക്കാരും ചെക്കനും പെണ്ണൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ മണ്ഡപത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിരുന്നു കേട്ടോ.
അവിടെ മാലയിടലും മോതിരമാറ്റമൊക്കെ നടന്നു. പിന്നെ അവിടെ ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കൊക്കെ ആവുന്നതിന് മുമ്പായിട്ട് ഞങ്ങളിത് നല്ല അടിപൊളി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല പ്രകൃതിരമണീയമായ കാഴ്ചകൾ കണ്ടു കേട്ടോ. പിന്നെ അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും അതുപോലെ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങൾ വേഗം മുളിക്കന്നെ പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കഴിഞ്ഞിട്ട് 2 വണ്ടി ഉണ്ടല്ലോ, അവർ നേരത്തെ കൂടിയിട്ട് തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ റിസപ്ഷന് വൈകുന്നേരമാണ് കേട്ടോ. ഒരു 4 മണി 5 മണിയൊക്കെ തൊട്ടിട്ട് തുടങ്ങി ഒരു 9 മണി വരെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സാരി ഉടുത്തിട്ടാണല്ലോ പോയത്. വല്ലപ്പോഴൊക്കെയാണ് ഞാൻ സാരി എടുക്കാറുള്ളൂ. അങ്ങനെ അതൊക്കെ ഒന്ന് അയച്ചിട്ടിട്ട് വേറെ ഫ്രീ ആവാമെന്ന് വിചാരിച്ചു നമ്മൾ വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീണ്ടും തിരിച്ച് നമ്മുടെ കുന്നംകുളത്തുള്ള ഒരു മണ്ഡപത്തിലേക്ക് പോകണം. ഇവിടെയാണ് ആ ഒരു റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി ചേച്ചിയും നന്ദുമൊക്കെ അവർ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അവർ നേരത്തോടു കൂടി തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. വന്നപ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു, നമുക്ക് സമൂസയും അതുപോലെ തന്നെ ചിക്കൻ നഗറ്റ്സാന്ന് തോന്നുന്നു. ആ ഒരു സംഭവം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു കാറിൽ കുറച്ച് നേരം ഇരുന്നു. ചിക്കനും പെണ്ണിനും ഡ്രസ്സൊക്കെ മാറി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് കല്യാണച്ചക്കനും പെണ്ണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ സ്റ്റേജിൻ്റെ മുകളിലാണ് ഉള്ളത്. പിന്നെ അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിതാ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി അവിടെ ഫ്രീ ആയിട്ട് ചെന്നിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നല്ല അടിപൊളി ബിരിയാണിയും പൊറോട്ടയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞത് ഐസ്ക്രീമിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐസ്ക്രീമും പിന്നെ അതുപോലെ തന്നെ ഗുലാബ് ജാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് പോകാറായി. അപ്പോൾ അതിന് മുമ്പായിട്ട് ചക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ വീണ്ടൊരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടി സ്റ്റേജിൻ്റെ മുകളിൽ കയറിയതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആ സാരി എടുത്താണ് ചക്കൻ്റെ അമ്മ. അപ്പോൾ അങ്ങനെ നിങ്ങൾ വ്ളോഗൊന്നും എടുക്കണില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും അധികം ഉണ്ടാവില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളതാണ്. അപ്പോൾ അവർ ക്ലിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.